ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. എല്ലാവരുടെയും കമൻസൊക്കെ വായിച്ചിരുന്നു. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ആന കേരളത്തിലെ സീനിയർ ആയിട്ടുള്ള ഒരു ആനക്കാരൻ. അത്രയും പറയുമ്പോൾ തന്നെ ഏകദേശം ആളുകൾക്ക് മനസ്സിലാകും. കാരണം നിങ്ങളെല്ലാവരും റീൽസൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. നിലവിൽ മാവേലിക്കര കുട്ടികൃഷ്ണൻ്റെ ചട്ടക്കാരനായ ഒട്ടനവധി വഴക്കാളി ആനകളെയൊക്കെ കൊണ്ടു നടന്ന ആന കേരളത്തിൻ്റെ സീനിയർ ചട്ടക്കാരൻ ബേബി ചേട്ടൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പം ബേബി ചേട്ടൻ നമസ്കാരം. എത്ര നാളെ ആനപ്പണി തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ ഒരു 10-14 വയസ്സുള്ളപ്പം ഞങ്ങൾ മൂടങ്ങളിലെ പാമ്പാടി രാജൻ എന്ന് പറഞ്ഞ ആന ഞങ്ങളുടെ അടുത്തൊരു നീലാണ്ടപ്പിള്ള എന്ന് പറഞ്ഞ എൻ്റെ തൊട്ട അയൽവാസിയാണ്. അപ്പോൾ ആ പുള്ളി ഈ ആനയെ കൊണ്ട് വന്ന കാലത്ത് അപ്പം ഞാനന്ന് സ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ അന്നേരം ഞാൻ ഈ ആനയെ കണ്ടു, ഈ ആനയുടെ പ്രകൃതിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അച്ഛനും അമ്മയൊക്കെ വഴക്കൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നാളിൽ ഇങ്ങനെ മാറി മാറി സ്കൂളിൽ പോവുകയും പിന്നെ ആനയുടെ കൂടെ പോവുകയും വരികയും ചെയ്തത്. അപ്പോൾ അന്നേരം ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഈ നീലാണ്ടപ്പിള്ള എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, എടാ നീ പഠിത്തം നിർത്തി, നമുക്ക് ആനപ്പണി പഠിക്കാം, നീ പാമ്പാടി എൻ്റെ കൂടെ പോരെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ കാലത്ത് കുറച്ച് കാലങ്ങൾ നടക്കുകയും അപ്പോൾ തന്നെ പുള്ളി ശലിച്ച പൈസയൊക്കെ തരും. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കാരണവർക്കൊക്കെ വലിയ താല്പര്യമായി. പിന്നെ അങ്ങനെ പോകണ്ടെന്നോ പോകരുതെന്നൊന്നും പറയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കാലം ആനയുടെ കൂടത്തിൽ അങ്ങ് നടന്നു, പുള്ളിയുടെ കൂടത്തിൽ നിന്ന്. അപ്പോൾ എന്നെ ഓരോ കാര്യങ്ങൾ ആന കഴുകാൻ പിന്നെ ആനയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ആന മുകളിൽ കയറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ കാലിൻ്റെ കണ്ണൊക്കെ പുള്ളി അടിക്കുകയൊക്കെ ചെയ്തു. ആടിയൊക്കെ എനിക്ക് നല്ലപോലെ നൊന്ത് ഒരു എനിക്കെന്നൊരു 10-16-17 വയസ്സൊക്കെ. അപ്പോൾ പിന്നെ പുള്ളിയുടെ കൂടത്തിൽ ഞാൻ അന്ന് തെങ്ങേ കയറാൻ വേണ്ടി ഞാൻ ആകുന്ന വയറ്റിട്ട് കയറാൻ പറ്റാതെ വന്നു. എന്നാലും വേണ്ടിയില്ല, ഞാൻ കയറാമെന്ന് പറഞ്ഞത് ചങ്കുറഞ്ച് ഞാൻ കയറി തെങ്ങേറ്റം പഠിച്ചു. അപ്പോൾ തന്നെ എനിക്കൊരു പനയക്കട്ടം പുള്ളി പറഞ്ഞു, നീ ആ പനയെ കയറി കൈ വെട്ടറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി പനയെ കയറി കൈ വെട്ടി അങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ കുറേ കാലങ്ങൾ പിന്നെ മരത്തിനോട് എനിക്ക് പേടിയില്ല. അപ്പോൾ ആനയോട് വലിയ കാര്യമായ പേടി എനിക്ക് അങ്ങനെ തോന്നിക്കുന്നില്ല. ആനയുടെ കാലങ്ങളാണ് പാമ്പാടി രാജന്റെ ചെറുപ്പകാലം. അന്നെങ്ങനെ ഇതുപോലെ ആണോ അതോ കുസൃതിയായിരുന്നോ? ആന ഭയങ്കര കുസൃതിയായിരുന്നു. ഭയങ്കര കുസൃതി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഓട്ടവും ചാട്ടവും അന്ന് ആന പണി പഠിക്കുന്ന ഒരു സാധനം, ആനക്കൂട്ടി കൊണ്ടുന്ന ഒരു സമയമായിരിക്കും. കൊണ്ടുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ആന അവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേന് പിന്നെ പുള്ളിക്ക് എന്നൊരു വേറെ സുന്ദരനാന ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, 2 ആന ഇപ്പോഴും ഉണ്ട്. പിന്നെ പുള്ളിക്ക് ഉടങ്കലിലെ വേവിച്ചെന്ന് പറഞ്ഞ ആൾ പുള്ളി ആന ബിസിനസ് ഒന്ന് തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ കുറേ കാലം നിന്ന് ഞാൻ പുള്ളിയുടെ കൂട്ടത്തിൽ. അങ്ങനെ നീലാണ്ടപ്പള്ളി ഞാനോട് കഴിഞ്ഞിരിക്കുമ്പോഴത്തേന് പിന്നെ ഇടയ്ക്ക് മാറുക, പിന്നെ ഇടയ്ക്ക് വരും, പിന്നെ ഇടയ്ക്ക് പോകും. ഇങ്ങനെ കുറേ കാലങ്ങൾ അങ്ങനെ നടന്നു. പിന്നെ ആനയായിട്ട് അന്നൊക്കെ ഇഷ്ടംപോലെ ആനകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മരം കയറ്റാൻ അറിയാവുന്നതുകൊണ്ട് ആരും എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ആനയുടെ കൂട്ടത്തിൽ നടന്ന് കാര്യങ്ങൾ കുറേ പലരുടെ കൂടെ നടന്ന് അങ്ങനെ കാര്യങ്ങളൊന്നും അന്നത്തെ അച്ഛന്മാർ ആ ഒരു പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്? എങ്ങനെയായിരുന്നു? ആനയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് നമ്മളന്ന് പറഞ്ഞു തന്ന ആ കാര്യങ്ങളൊന്നും വെളിയിൽ പറയാൻ പാടില്ല. അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും ചെയ്തോണം. അങ്ങനെ എൻ്റെ ആശം പറഞ്ഞെനിക്കൊന്നും അത് പഠിപ്പിച്ചിരിക്കുന്നതാണ്. ആനയ്ക്കിട്ട് തല്ലുന്നത്, ആനയ്ക്കൊരു നോവ് വന്നാൽ, ഒരു എണ്ടക്കെട്ട് വന്നാൽ അതിന് ചെയ്യേണ്ട ചികിത്സ കാര്യങ്ങൾ അതൊക്കെ പുള്ളി പറഞ്ഞു തരും. പച്ചമരുന്നാളും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അത് പറഞ്ഞു തന്നിട്ട് പുള്ളി കാണിച്ചു തരും. അത് ഇന്ന രീതിയിൽ കൂടെ ചെയ്ത് അത് നല്ല രീതിയിൽ അരച്ച് ഉരുട്ടിയെടുത്ത് ആന പച്ചമരുന്ന് കഴിക്കുന്ന ആനയാണെങ്കിൽ വായി കൊടുക്കണം. അല്ലെങ്കിൽ ചോറിനകത്തോ അല്ലെങ്കിൽ റൊട്ടിക്കകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കൈതച്ചക്ക തുറന്നിട്ട് അതിനകത്ത് മരുന്ന് വെച്ച് കൊടുക്കാം. അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമുക്ക് കൊടുക്കാനുള്ളത്. ഇന്ന് കൈതച്ചക്ക എന്നും വിലയ്ക്ക് മേടിയാണ്. ഇന്നിപ്പം നമ്മൾക്ക് അന്ന് പറമ്പിൽ ഇഷ്ടംപോലെ മരം പറമ്പിലുള്ളതുകൊണ്ട് ഏതെങ്കിലും പറമ്പിൽ കയറി നമ്മൾ വലിച്ചൊടിച്ച് ആനയ്ക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്ന് എന്തായാലും വെറ്റിനറി ഡോക്ടർ ഒന്നും ഇല്ലല്ലോ. ചികിത്സ എന്ന് പറഞ്ഞാൽ അന്ന് കൊളുത്തുമൊഴി ഒരു വൈദ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്ക് അറിയത്തുള്ളൂ അന്നത്തെ കാലത്ത് ചികിത്സ കാര്യങ്ങൾ. പിന്നെ പഴയ ആനക്കാരെല്ലാം ഈ പച്ചമരുന്നൊക്കെ അരച്ച് നമ്മൾ പോയി അവരുടെ കൂടെ പോയി നടന്ന് പറിച്ച് ഇതുണ്ടാക്കി പെറുക്കി ആനയ്ക്ക് കൊടുക്കും. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആനകൾക്ക് കുറെ ആയുസും ഉണ്ടായിരുന്നു. കുറെ കാലം അന്ന് ഈ ആനകളൊന്നും വണ്ടിയെ പോകുന്നില്ല. നമ്മൾ പണി കഴിഞ്ഞാണ് അമ്പലത്തിൽ പോയി ഈ പരിപാടി എടുക്കാൻ പോകുന്നത്. നടന്ന് അത് 10-20 കിലോമീറ്റർ നടന്നാൽ പോകും. അപ്പോൾ തലേദിവസം നമ്മൾ പിന്നെ നടന്നു പോകും, അല്ലെങ്കിൽ അത് വഴി അടിച്ച് അങ്ങ് നടക്കുക. അല്ലാതെ ഇന്നത്തെ കാലത്ത് ലോറി ഇല്ല.
ലോറിയില്ല. അതുകൊണ്ട് ആനയ്ക്ക് കൂടുതൽ ആയുസ് കൂടുതൽ കിട്ടും. നടന്നു പോകുന്നുണ്ട്, കൂടുതൽ ആയുസ് കൂടുതൽ കിട്ടും, പണിയെടുക്കുന്നുണ്ട്. ഇന്നിപ്പം പണിയാൻ പറ്റത്തില്ല, ലോറിയെ തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അതൊക്കെ എനിക്ക് ഇരണ്ടക്കെട്ടിനൊക്കെ ഒരു കാരണമാണോ? അതൊക്കെ ഒരു കാരണമാണ് ആനയ്ക്ക്. പിന്നെ നടപ്പില്ലല്ലോ ആനയ്ക്ക്. നടന്ന് ആനയുടെ ശരീരം ഉടലൊക്കെ നല്ലൊരു അയഞ്ഞും മുറിയൊക്കെ വന്നെങ്കിൽ ആനയ്ക്ക് ഒരു അയവ് കിട്ടുള്ളൂ. അല്ലാതെ ഈ നമ്മൾ പിടിച്ച് കെട്ടി കൊണ്ടുപോകുന്നല്ലേ ആന വെച്ച് കെട്ടി കൊണ്ടുപോകും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, ഇപ്പൊ അന്നത്തെ ആനകളൊന്നും ഈ ലോറിയെ കയറി പരിചയമുള്ള ആനകളല്ലല്ലോ. അപ്പൊ അതിന് പെട്ടെന്നൊരു ഈ ഉത്തരവ് വന്ന് ലോറിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പാടുപെട്ടോ ലോറിയെ കയറ്റാൻ? ലോറിയെ കയറ്റാൻ പറഞ്ഞാൽ അത് മുള്ളിട്ട് പ്ലാസ്റ്റിക് കയറി വലിച്ചിട്ട് നമ്മൾ ആനയെ ലോറിയിലോട്ട് കയറി തന്നെ കയറാൻ വലിച്ചു കയറ്റും അന്നത്തെ കാലത്ത്. പറയുന്ന ആനക്കാര് തട്ടിമുട്ടിയൊക്കെ പയ്യത്തെല്ലാം കയറ്റി വിടും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആയി കഴിയുമ്പോഴേക്കും ആനയ്ക്കൊരു ശീലമായി കഴിയുമ്പോൾ ആ ലോറി കണ്ടു കഴിഞ്ഞാൽ ചാടിയും കയറി. ഇപ്പൊ പിന്നെ ഇവർക്ക് അറിയാം, ഇപ്പം അറിയാം, ആനയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അങ്ങ് പോകുള്ളൂ. അപ്പോൾ ആ ഒരു ആനയിൽ നിന്ന്, പാമ്പാടി രാജനിൽ നിന്ന് പിന്നെ ഏത് ആനയിലേക്കാണ് വന്നേ? പാമ്പാടി ആനയിൽ നിന്ന് മാറിയിട്ട് ഞാൻ പിന്നെ ടെമ്പയാനിൽ നിന്ന് വന്നൊരു ആനയുണ്ടായിരുന്നു. അതും നീലാണ്ടപ്പിള്ളയെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് കുറേ കാലങ്ങൾ ഞാൻ അതിൻ്റെ പുള്ളിയുടെ കൂടെ നടക്കുകയും പോവുകയൊക്കെ ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പുള്ളിയായിട്ട് ഇടയ്ക്ക് മാറും. പിന്നെ ആനക്കാരല്ലേ, അങ്ങോട്ട് ചെറിയ സൗന്ദര്യത്തിലൊക്കെ അങ്ങോട്ടൊക്കെ മാറും. ഞങ്ങൾ പിടിയാനെ ആകുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? രാജൻ പിടിയാനെ ഈ ടെമ്പയാന എന്ന് പറഞ്ഞാൽ അത് നല്ല നാടൻ ആനയാണ്. ഒരു വഴക്കും വയ്യാവിലിയില്ല. അത് തന്നെയല്ല, നല്ലൊരു പണിയെടുക്കും. അപ്പം ഈ രായനാനും പണിയെടുക്കുന്ന ആന കേട്ടോ. അതിപ്പോഴാണ് ഈ പണി ഇല്ലാത്തത്, പണിക്ക് കൊണ്ടുപോകാത്തത്. അപ്പോൾ അങ്ങനെ ഈ ഓമനച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, നമ്മൾ കൂറപ്പടയുള്ള പല്ലാട്ടാനിൽ നിന്നാണ്. അപ്പം പുള്ളിയുടെ കൂട്ടത്തിൽ ഞാൻ വർഷങ്ങളായിട്ടൊക്കെ നിന്നിട്ടുള്ള. അപ്പോൾ അങ്ങനെ നിന്ന് കഴിയുമ്പോൾ അവർക്കൊക്കെ മക്കളോടും ഒരു താല്പര്യമുണ്ട്. തൊട്ടയിലൊക്കെ ഞാനും പുള്ളിയൊക്കെയായിട്ട് ഒരു 2-2.5 കിലോമീറ്റർ അകലുള്ളൂ. അപ്പം പുള്ളിയുടെ കൂട്ടത്തിൽ നിന്നാലും നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും ആനപ്പറ്റി പാതരോഗം വന്നാലും ഏത് രോഗം വന്നാലും അത് അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇന്നത്തെ കാലത്തുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ആനയെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ആനപ്പണി മതി, കൊമ്പേ ചാടി പിടിക്കണം, അങ്ങനെ പറ്റുന്നൊരാനയല്ല സാധാരണ ആനകളൊന്നും. പിന്നെ ഓരോ പണിക്ക് ഓരോ വശങ്ങളും ഓരോ രീതികളുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഒന്നുകിൽ നിങ്ങളെ പോലുള്ള സീനിയർ ചട്ടക്കാരുടെ കൂടെ നിന്ന് പണി പഠിച്ച് ആനെ കൈകാര്യം ചെയ്യണം അല്ലേ? അപ്പോൾ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലല്ല, അത് പെട്ടെന്ന് വന്നാൽ ഒരു കാര്യം നടക്കാൻ അതൊരു മനുഷ്യൻ ഒരു ആശാന്മാരും പറഞ്ഞു തരികയില്ല, കൊടുക്കുകയില്ല. അങ്ങനെ ഒരുവിധപ്പെട്ട ആനക്കാരൊന്നും ഒരു കാര്യങ്ങളും പറഞ്ഞു തരത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവരുടെ കൂടെ നിന്ന് കാലങ്ങളായിട്ട് നിന്ന് പഠിച്ച് ഓരോ കാര്യങ്ങൾ ആനക്കിട്ട് തല്ലുന്നത്, ആനക്കിട്ട് ഉടക്കുന്നത്, കോലിനിടിക്കുന്നത്, ഇതൊക്കെ ഓരോ നോക്കി നിന്ന് കാര്യങ്ങൾ പഠിക്കണം. അല്ലാതെ ചുമ്മാ കാളമ്പോളം നമുക്ക് അങ്ങനെ തല്ലാനോ പിടിക്കാനോ പറ്റിയല്ല. ചില ആളുകൾ പറയും ആന, ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ട് ആന ഇണങ്ങുന്ന മൃഗമല്ല, മെരുക്കാനേ പറ്റുള്ളൂ. ശരിക്കും അങ്ങനെയാണോ? ആന അങ്ങനെ ഇണങ്ങുകയല്ല, ഒരാനകൾ അങ്ങനെ ഇണങ്ങുകയല്ല. പിന്നെ തിന്നാൻ കൊടുക്കുമ്പോൾ അന്നേരത്തെ ആ ലോകിയുള്ളൂ, പുറമേക്കാരാണെങ്കിലും ആരായാലും. അപ്പോൾ അത് ആന ഈ വന്യമൃഗം എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജനിച്ച് വളർന്നതാണ്. അത് മേടിച്ച് തിന്നുക പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊരു സന്തോഷമായിട്ട് ഓരോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനും ഇങ്ങനെ മനുഷ്യന്റെ മൂഡ് മാറുന്ന പോലെ സ്വഭാവം വ്യത്യാസം ഉണ്ടോ? മനുഷ്യനേക്കാൾ ഭീരമായിട്ട് മാറും, പെട്ടെന്ന് മാറും, സ്വഭാവം പെട്ടെന്ന് മാറും. പിന്നെ നമുക്ക് അറിയാൻ പറ്റുമോ എങ്ങനെയാണിക്കും അവന് തെറ്റാൻ പോവുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അത് നമുക്ക് ആനയെ പറ്റി അറിയാം. നമ്മളിപ്പോൾ ഈ ആനയെ കൊണ്ട് ഞാൻ നടക്കുന്നു, ഞാൻ തെറ്റാൻ പോവുക അല്ലെങ്കിൽ ചെയ്യും എന്ന് നമുക്ക് പെട്ടെന്ന് ആനയുടെ ഓരോ രീതികൾ കാണുമ്പോൾ നമുക്കറിയാം. ആന കണ്ണു വീഴിക്കും, ആന പോകുന്ന ബ്രേക്ക് പോലെ ബ്രേക്ക് ചവിട്ടി അവിടെ നിൽക്കും. അപ്പോൾ ആന അങ്ങനെ ഇടമ്പലം തിരിയുമ്പോൾ നോക്കും, അത് എന്നാ കാരണം, എന്നിട്ട് അവനെ ഓടിക്കണോ ചാടിക്കണോ, ഇതൊക്കെ ആന മനസ്സിൽ ചിന്തിക്കുമ്പോഴേ നമ്മളത് മനസ്സിൽ കണ്ടിരിക്കണം. ആന ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഇടകൂട്ടും. ആ ഇടകൂട്ടാൻ ചില ആനകൾ സമ്മതിക്കുകയല്ല, ചിലത് സമ്മതിക്കും, ചിലത് സമ്മതിക്കുകയല്ല. അപ്പം നമ്മളെ ഓടിക്കുകയോ ചാടിക്കുകയോ ഒക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ആനയുടെ കൂടെ ശരിക്കും പറഞ്ഞ ഒരു മഴയും ഒരു വേനലും എല്ലാം നിൽക്കണം അല്ലേ? എന്നാലല്ലേ ആനയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പഠിച്ച് പറഞ്ഞെങ്കിൽ കുറഞ്ഞ ഒരു 1.5 വർഷം ഒരാളുടെ കൂടെ നടന്ന് പഠിക്കണം. എന്നിട്ട് പല ആന കയറി പല ആനയുടെ സ്വഭാവം അറിഞ്ഞ് കണ്ടും കേട്ടും ഓരോ ആനയെപ്പറ്റി പഠിക്കാൻ പറ്റും. ഞാൻ ഒത്തിരി ആന കയറിയിട്ടുണ്ട്, ഒരുപാട് ആനയുടെ കൂടെ നിന്നിട്ടുണ്ട്, ഒരുപാട് ആനക്കാരുടെ കൂടെ നടന്നിട്ടുണ്ട്, ഒരുപാട് ആനകൾ എന്നെ തട്ടിയിട്ട് കുത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് എനിക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ആനൊന്നും പേടിയുണ്ടോയെന്ന് വെച്ചാൽ പേടിയുണ്ട്. ആനയല്ലേ, അതിനെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനും കൊഞ്ചിച്ച് കൊണ്ട് നടക്കാൻ കൊള്ളുന്നൊരു ആനയല്ല. പിന്നെ അത് ഏത് ആനയായാലും അല്ല പിന്നെ കൊള്ളാം. അതുപോലെ വിശ്വാസമുള്ള ഒരു ആന എനിക്കുണ്ടായിരുന്നു, തോട്ടക്കാട്ടെ രാമേന്ദ്രൻ ആന, ഒറ്റക്കൊമ്പൻ ആന.
അതൊക്കെ നല്ലൊരു വലിപ്പമുള്ള ഒരു ആനയായിരുന്നു. ആ ഒരൊറ്റ കൊമ്പ്, വളരെ ഇടത്തെ കൊമ്പ് മാത്രം. ആണല്ലേ? അല്ല, ആന വലിയ വലിപ്പമുള്ള നല്ല ഇടനീളവും നല്ല ചെവി നട അമരമൊക്കെ നല്ല ആന. അത് ഈ പനമറ്റമ്പലത്തിലൊക്കെ നമ്മുടെ വികാറും അമ്പലത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ആന. അത് നല്ല ആന എന്ന് പറഞ്ഞാൽ ആനകളെല്ലാം നല്ല ആനയാണ്. അതായത് ആനയുടെ സ്വഭാവത്തിൽ വെച്ച് നോക്കുമ്പം അത് നല്ലൊരു ആന. ചില ആന നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? നമ്മുടെ ഈ ആന അതുപോലെ തന്നെയാണ്. നമ്മുടെ ഈ ആന എന്ന് പറയുമ്പോൾ പറയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു മാവേലിക്കര കുട്ടികൃഷ്ണന്റെ ചുമതലക്കാരനാണ് ചേട്ടൻ ഇപ്പോൾ. നമ്മുടെ എൻ്റെ ഈ ആന വന്നിട്ടപ്പം എൻ്റെ മുതലാളിയാണല്ലോ അങ്ങനെ അന്വേഷിച്ച് അങ്ങനെ കുറവില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ മുതലാളി എന്നും വന്ന് നോക്കാൻ പറ്റുന്ന ഒരാളല്ല. പിന്നെ ആനയുടെ ഫോട്ടോ ഞങ്ങൾ എന്നും അയച്ചു കൊടുക്കും. അത് ആന നിൽക്കുന്നതും ആന കഴിക്കുന്നത്, ചോറ് കൊടുക്കുന്ന, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ മുതലാളി മുതലാളി പറഞ്ഞു കൊടുക്കും. വീഡിയോ അയച്ചു കൊടുക്കും. അമ്മയുടെ വേറെ പയ്യനുണ്ട് നമ്മുടെ അടുത്തുള്ള, അപ്പോൾ ആ പയ്യൻ വന്ന് വിട്ടു കൊടുക്കും. അല്ലെങ്കിൽ കടൻ ഫോട്ടോ അയച്ചു കൊടുക്കും. ആന നിൽക്കുന്നത് തറി എല്ലാം തീറ്റകളൊക്കെ കാര്യങ്ങളൊക്കെ സാറിന് അയച്ചു കൊടുക്കും. അപ്പോൾ സാറിന് സന്തോഷമാണ്, ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പിന്നെ ആനയെപ്പറ്റി പറഞ്ഞാൽ പുള്ളിക്ക് പൈസയല്ല വിഷയം, ആന മുതലാണ് അവർക്ക് വലുത്. അതെന്ന് പറഞ്ഞാൽ ആന ഒരു കാരണവശാലും അങ്ങനെ തല്ലിക്കൊന്ന് പണന്നുള്ള കാശൊന്നും പുള്ളിക്ക് വേണ്ട, അതുപോലെ ആനക്കാർക്കും വേണ്ട. അങ്ങനെ നമ്മളങ്ങനെ കൊണ്ടു നടന്നതുകൊണ്ട് വലിയ ഓവർ മരത്തിലൊന്നും ഞാൻ കൊണ്ട് പണിപ്പിക്കത്തൊന്നുമില്ല. ചെറുമരം പറ്റുന്ന കേസുകൾ മാത്രമേ നമ്മൾ ചെയ്യൂ. നമുക്കറിയാം ആനയ്ക്ക് എന്തോരം ആന എന്തേരം മരം പിടിക്കുന്നു, നല്ല ആന ഭാരം താങ്ങുന്നു, അത് നമുക്കറിയാം. ബുദ്ധിമുട്ടിച്ചുള്ള ഇല്ല, അങ്ങനെ ഒരു ചങ്ക് പറഞ്ഞുള്ള പണിയൊന്നും ഞാൻ കൊണ്ടുപോകത്തുമില്ല. അത് പറ്റുന്ന ഒരു ആനയല്ല. എത്ര നാളായി ഇപ്പൊ കുട്ടികൃഷ്ണന് ചേട്ടൻ കയറിയിട്ട്? ഞാനിപ്പോൾ നാലാമത്തെ വർഷം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആളുടെ ഏകദേശം സ്വഭാവം എന്താണെന്ന് ഇതിന് മുന്നേ കുട്ടികൃഷ്ണനെ കയറിയിട്ടില്ലായിരിക്കും അല്ലേ? ഇല്ലില്ല, ഞാനിപ്പോൾ എൻ്റെ വന്നിട്ട് ഇപ്പം 4 വർഷം ആവുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഇപ്പം ചേട്ടൻ പറഞ്ഞു ഇപ്പം ആള് ദേഷ്യമാണോ അങ്ങനെയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഉത്സവത്തിനോ അല്ലെങ്കിൽ പരിപാടിക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ആള് പ്രശ്നമാണ്, ഞാനത് നോക്കണം? അത് നമുക്കറിയാൻ സാധിക്കും. അത് നമ്മൾക്ക് കൊണ്ടു നടക്കുന്ന ഒരു ആന എന്ത് ചെയ്യാൻ പോകണം എന്നുള്ളത് നമ്മൾക്ക് ആന കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കുക, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോഴായിരിക്കും അല്ലേ ആളുകളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ വരുമ്പോൾ ആൾക്ക് മുഷിപ്പൊക്കെ തോന്നല് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ആളുകൾ കൂടുതൽ കയറി വരുന്നു പരിപാടിയൊക്കെ എടുക്കുമ്പോൾ. ഈ ആന നമ്മൾ ആന എഴുന്നള്ളിക്ക് നിൽക്കുന്ന സമയത്തൊന്നും വേറൊരാൾ വന്ന് തൊടുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല, അതൊന്നും ഇഷ്ടമല്ല. എഴുന്നള്ളിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ വന്ന് ഇട്ടും ദേഹത്ത് പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല, വലിയ അടുത്ത് പെരുമാറുന്ന ഇഷ്ടമല്ല. അല്ലല്ല, അകന്നുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയാൽ മതി എന്നൊക്കെ പുള്ളി. പിന്നെ എഴുന്നള്ളിപ്പൊക്കെ പോകുമ്പോൾ എവിടെയൊക്കെ സാധാരണ കുട്ടികൃഷ്ണൻ പരിപാടി എടുക്കാറ്? തൃശ്ശൂരായിരുന്നു. ഞാൻ വന്ന കാലം തൊട്ട് ഒരു 3 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ആൾക്കാരുന്നു, ഹരീഷൻ പറഞ്ഞ ആൾക്കാരുന്നു. ഇപ്പൊ ഈ ഭാഗത്തൊക്കെയാണോ പരിപാടി എടുക്കുന്നത്? അയ്യാണ്ട് നമ്മളെ തൃശ്ശൂർക്കാരുടെ ആൾ ഒന്ന് ആനയെ ചോദിച്ചിട്ടുണ്ട്, കൊടുക്കാൻ സാറ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ്. അപ്പം ഈ രംഭയാനെ കയറി അത് കഴിഞ്ഞാണോ മറ്റേ നമ്മുടെ വയ്യാനൊക്കെ പറഞ്ഞ ആനയിലേക്ക്? അയ്യപ്പനാണ്, അത് നല്ല ആന കേട്ടോ. ഞാൻ അതിന്റെ ഉടമസ്ഥനോട് പറഞ്ഞ ആന വിൽക്കരുത്, ഞാൻ കരഞ്ഞു വരെ പറഞ്ഞതാ. അതെ അല്ലേ? പിന്നെ അത് എന്നാ പറയാനാ, നല്ല ആനയാണ്. എനിക്ക് വഴക്കുള്ള ആനകളോട് കൂടുതൽ ഇഷ്ടം കൂടുതലും വല്ലതും ഉണ്ടോ? എനിക്ക് ഞാൻ ആനപ്പണി പഠിച്ച കാലം തൊട്ട് വഴക്കുള്ള ഒരു ആനയാണ് ഞാൻ കയറി പഠിച്ചിരിക്കുന്നത്. അതായത് എൻ്റെ ആശാൻ പറഞ്ഞിരിക്കുന്നതാണ്, വഴക്കുള്ള ആന കയറിയെങ്കിൽ അതൊരു നല്ലൊരു നിലയാകുള്ളൂ. കാരണം അത് നല്ല പണി പഠിക്കുകയുള്ളൂ. കാരണം ഒരാനയുടെ മുകളിൽ കയറിയിരുന്ന് അലക്കവും വഴക്കവും ഉള്ള ഒരാനയുടെ മുകളിൽ കയറിയിരുന്ന് ഒരാന പണന്നാൽ പണിയിപ്പിച്ച് എന്നാലേ ആ ഒരാൾക്ക് ഒരു ഉടമസ്ഥനെ കണ്ടാൽ പറയണം, നീ നല്ലൊരു വഴക്കുള്ള ഒരു ആന അവൻ കയറിയത്, അതുകൊണ്ട് അവന് നല്ലൊരു ആന കൊടുക്കാം എന്ന് മനസ്സിൽ വിചാരിക്കൊരു ഉടമസ്ഥൻ നമുക്ക് തരണം. അങ്ങനെ ഒരു വഴക്ക് പിടിച്ചൊരാന ഞാൻ നല്ല അയ്യപ്പനാന എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആന കേട്ടോ. അത് എന്നെ പോകുന്ന വഴിക്ക് ഓടിക്കും, തിരിച്ച് ഞാൻ അങ്ങോട്ട് മാറി. അന്നൊക്കെ ഞാൻ പിടി വലിക്കുമായിരുന്നു, മദ്യവൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മാറി ഒരു വീടും വലിച്ചു അല്ലെങ്കിൽ ഒരു മൂത്രം ഒഴിക്കാൻ അങ്ങോട്ട് മാറി നിന്ന് ശകലം കഴിയുമ്പോഴത്തേന് ആന നമ്മളെ ഇങ്ങോട്ട് തന്നെ വിളിക്കാനാണ്. അവൻ കൈ അടിക്കും, നിലത്ത് വിളിക്കും, കൈ ചെവി അടിക്കും. വരാൻ പറയുമ്പോൾ നമ്മൾ ചെന്ന് വിളിച്ചു. അന്നത്തെ ആന 2 കാറിച്ചും കൂവിച്ചും അന്നേരം വിളിച്ചഞ്ഞ് പോകുന്നുള്ളതാണ്. പിന്നെ ആനയ്ക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം എടുക്കണം എന്ന് വിചാരിച്ച് നമ്മളെ വിലകിച്ചാൽ നമ്മളെ ഓടിക്കാണ്. അങ്ങനെ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം അതൊക്കെ തീരെ ചൂട്ട് പോലെ. ഞാൻ 2 കൊല്ലം മുമ്പ് നമ്മുടെ ഈ ആന കൊണ്ട് അവിടെ ചെന്നപ്പം ഞാൻ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ അറിയോ, തിരിച്ചറിയോ ആള്? നമ്മളെ വേറൊരാൾ നമ്മൾ കയറിയ ആനയാണെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ പോവുകയല്ല. അതിനുശേഷം ആടാട്ട് പരമുവാനയിൽ കയറിയോ? അല്ല, അത് കഴിഞ്ഞ് ഞാൻ ആടാട്ട് പരമല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ ഈ തോട്ടക്കാട്ടൊരു പിടിയാന കൂടെ പോയായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഈ പുഷ്പയാനയുടെ കുറേ, അല്ല ഉണ്ണിപ്പള്ളിയാനയായിരുന്നു, ഉണ്ണിപ്പള്ളിയാനയ്ക്ക് കുറേ, ഉണ്ണിപ്പള്ളി കണാച്ചൻ്റെ കൂടെ
കുറച്ച് കാലം പോയി. കുറച്ച് കാലം പറഞ്ഞാൽ ഒരു 3 വർഷം പോയി. ഉണ്ണിപ്പിള്ളി ഗണേശൻ എന്ന് പറഞ്ഞ ആന എങ്ങനെയുണ്ടായിരുന്നു? നല്ല ആനയാണ്. പാവം ആനയാണോ? ആന പാവമൊന്നല്ല. അല്ല. അല്ല, ആന അത്ര പാവമൊന്നും അല്ല. എന്നാലും ചട്ടക്കാരനോടൊക്കെ എങ്ങനെയാണ്? ചട്ടക്കാരന് വലിയ കൂറൊന്നുമില്ല. ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയൊന്നുമില്ല. ശരിക്കും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പാവമായിട്ട് ഇങ്ങനെ. ആനകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ പാവാന്ന് തോന്നും, വിചാരിക്കും. അതെ അല്ലേ? പക്ഷെ ആനയൊന്നും പാവമല്ല. അല്ല. അതിനകത്ത് നമ്മൾ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ പിടിയാനയും രമ്പയാനെന്ന് പറഞ്ഞ ആന അത് ഒരു പാവം. ഇപ്പം ഉണ്ടല്ലോ. അത് ചത്തു. പുള്ളി അതിൻ്റെ ഉളപ്പം വിറ്റുപോയി, പിന്നെ അത് ചത്തുപോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പലരും ആന ഇങ്ങനെ കൊമ്പ് ഇരിക്കുമ്പോൾ അയ്യോ അത് പാവമല്ല, കൊമ്പ് താന്നിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കത്തില്ലേ ആൾക്കാർ പുറമേക്ക്? മനുഷ്യര് പല രീതിയിൽ നമ്മൾ ഒരു ആനയെ പറ്റിയാണല്ലോ ഒരു മനുഷ്യനെ പറ്റിയാണല്ലോ നമ്മൾ പല അഭിപ്രായങ്ങൾ പറയുമല്ലോ. അതിനെപ്പോലെ അങ്ങനെ കണക്കൂട്ടിയാൽ മതി, പ്രത്യേകിച്ച് പറയാനും കാര്യം. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ചട്ടക്കാരൻ കയറി കുറച്ച് കഴിയുമ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ ആനയുടെ സ്വഭാവം. അതത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ആന സ്വഭാവം അറിയണമെങ്കിൽ അതിനെ ശരിക്കൊരു 6 മാസം കൊണ്ട് നടന്ന് അതിൻ്റെ രീതികൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ആനയെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ചാടി കയറി ഒരു കാര്യം ചെയ്യാനൊക്കെ ആനയുടെ പ്രവൃത്തി എന്താണെന്നും ചെയ്യുന്നത് എന്താണെന്നൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് കയറുന്ന ഒരു ചട്ടക്കാർ, ഇപ്പം ചേട്ടൻ പുതിയൊരു ആന കയറുകയാണ്, പഴയ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരുമോ, ഇന്ന കാര്യം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയുമോ ആൾക്കാർ? അത് വളരെ ചുരുക്കമുള്ളൂ പറയുന്നത്. പക്ഷെ ഞാൻ ഈ ആന നമ്മൾ അയച്ചപ്പം എനിക്കറിയാവുന്ന 2-3 പേരുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ അത് ആനയെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ, ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആനയെ അഴിച്ച് വിട്ടു പോകരുത്. ആനയ്ക്കൊരു എപ്പോഴും പേടിയുണ്ട്. ആ പേടി നമ്മളെ ഊമ്പിക്കും. അപ്പം ബലമായിട്ട് 2-3 അടി കൊടുത്ത് ആന അവിടെ ഇരുത്തി കിടത്തി ഒരു 3-4 പ്രാവശ്യം കാറ്റി കച്ചക്കയറ് നല്ല ബലമായിട്ട് കെട്ടി ആന മണ്ടയോട് വരും, നടക്കെ നല്ല ഭംഗിയായിട്ട് ഒക്കെ തരും. പിന്നെ ആന കാലയിൽ ഇങ്ങനെ തപ്പുകയൊക്കെ ചെയ്യും. അതൊന്നും വലിയ കാര്യമാക്കരുത് എന്ന് പറയും. പിന്നെ നമ്മളൊരു 5-6 മാസം കഴിയുമ്പം ആനയുടെ കാര്യങ്ങൾ അറിയാമല്ലോ. 1-2 ദിവസം അല്ല ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് ആനയുടെ കുറേ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ ഒരു ആന നീരില, അപ്പം കുട്ടിക്കൃഷ്ണൻ നീരിൽ അഴിക്കാറായിട്ടുണ്ട്. അപ്പം നീരിലാകുമ്പോൾ എങ്ങനെയാണ് ആന അറിയുക? അത് നമുക്കറിയാൻ പറ്റും നീരിലാകാറായി എന്നൊക്കെ? നമുക്കറിയാം, നീരിൽ നമുക്കറിയാം. ആകാറായി കെട്ടാറായി എന്നറിയാൻ പറ്റും. കെട്ടാറായെന്ന് അതിന് ഡേറ്റ് ഉണ്ട്. എല്ലാം അത് കറക്റ്റ് ആയിട്ട് വരും. ആ ഡേറ്റ് നോക്കും. ആ ഡേറ്റിൽ നമുക്കറിയാം, നല്ലപോലെ അറിയാം. നമുക്ക് ഇന്ന ദിവസത്തിൽ ആനയെ കെട്ടണം എന്ന് വിചാരിച്ച് നമുക്ക് അതിന് മുമ്പ് ആന പറയും എന്നെ കെട്ടിക്കൊള്ളാൻ പറയും, അറിയാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളെ ചട്ടക്കാരനെ ഓടിക്കും, അല്ലെങ്കിൽ ആളുടെ കണപ്പാട് തടിക്കും, കന്നം തടിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ അറിയാൻ നമുക്ക് പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മളങ്ങ് കൈകാര്യം ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഫുഡിനോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളും വല്ലതും ഉണ്ടോ? പട്ടേ ഇതല്ലാതെ നമുക്ക് വേറെ അടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ആന ഒലിച്ച് കഴിയുമ്പോൾ തൊട്ട് ആനയ്ക്ക് തീറ്റോടും മടുപ്പാണ്. അതൊക്കെ മുമ്പ് തൊട്ട് കഴിക്കും. അപ്പം അതിന് മുമ്പ് ഞങ്ങൾ ആനയ്ക്ക് ചോറ്, മരുന്ന്, കാര്യങ്ങൾ, വീരങ്ങളെല്ലാം മുതലാളി മേടിച്ച് തരും. അത് ഞങ്ങൾ കൊടുക്കും. അത് നല്ലപോലെ ചെയ്യും, വേറെ കുഴപ്പമൊന്നും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പം ചേട്ടനടുത്ത് ചെല്ലത്തില്ലായിരിക്കും? ഞാൻ അങ്ങനെ ചെല്ലത്തില്ല. ചിലതെന്ന് പറഞ്ഞാൽ ഞാൻ ആനയുടെ മുന്നിലോട്ട് കയറിച്ചില്ല, പുറകിക്കടെ വന്നിട്ട് ആളുടെ അമരം പൊക്കി എണ്ണം പുല്ല് വണ്ടിക്ക് വലിച്ച് അത് കളഞ്ഞ് പറക്കി വാരി വെള്ളവും കൊടുക്കും, നല്ല തീറ്റയും കൊടുക്കും. അവർ 3 പ്രാവശ്യം വരും, കാലത്തും വൈകിട്ടും ഒക്കെ. ഇത് ആനയ്ക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ ആന എങ്ങനെയാണോ ഒന്നാമൻ മാത്രം? അല്ല, നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ രണ്ടാമൻ ഒരു പാർട്ടി ആളുണ്ടെന്ന് തന്നെ മരത്തെ കയറുന്ന കാര്യത്തിൽ എല്ലാവർക്കും പറ്റിയല്ല. മരത്തെ കയറാൻ പറ്റിയല്ല. അത് തന്നെയല്ല, നമ്മളിപ്പം ഒരാളെ വിളിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവന് ചാടി കൊമ്പ പിടിക്കണം, പിന്നെ അവന് കൊണ്ടു നടക്കണം. അതിന് പറ്റിയ ഒരു ആനയൊന്നും അല്ലേ നമ്മുടെ ഈ ആന. ഇതൊരാൾക്ക് ആന ശരിക്കും വഴിപ്പിടുകയുള്ളൂ. അപ്പോൾ അത് അനുസരിച്ച് അതിനെ അതിനെ കെട്ടിപ്പഴക്കി അങ്ങനെയാണ്. ആ കെട്ടിപ്പഴക്കിയ കൊണ്ട് അതിനെ അങ്ങനെ ചെയ്യുള്ളൂ. അതിനി അങ്ങനെ തുടർന്ന് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതെങ്കിൽ അത് മാറണമെങ്കിൽ വലിയ പാടാം. അല്ല അതുപോലെ ആനയെ കാണാൻ തല്ലി ചതച്ചും ഒക്കെ ആയിട്ട് ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന. അപ്പോൾ അത് വേണ്ട. അത് സാറ് സമ്മതിക്കില്ല, ഞങ്ങളെ ഉടമസ്ഥൻ സമ്മതിക്കില്ല. അപ്പം ആരെങ്കിലും കൂടെ നിന്ന് ഒക്കെ വല്ലതൊക്കെ ചെയ്യാം, ഞാനുള്ളപ്പം. അല്ലാത്തപ്പോൾ ആന സമ്മതിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ഈ നീര് സമയത്ത് ചേട്ടനെ കണ്ട, അങ്ങനെ ചട്ടക്കാരെ കണ്ട ഒലിക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആനയ്ക്ക്? അങ്ങനെയുണ്ടോ? ഞാനിപ്പോൾ ഈ ആന നീരിൽ അഴിച്ചപ്പം തൊട്ട് ഞാൻ തന്നെയാണ്. കെട്ടുന്ന സമയത്തും നീര് നിൽക്കുന്ന സമയത്തും എല്ലാം ഞാൻ തന്നെ. അപ്പം ഞങ്ങളുടെ സാറ് പറയുന്നത് ചട്ടക്കാരനെ ആന ഓടിക്കും, ചട്ടക്കാരനെ കണ്ട ഒലിക്കുകയില്ല എന്ന് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ തന്നെയാണ് ഇതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആനയ്ക്ക് ഒലിക്കുന്നുണ്ട്, ഒലിക്കുന്നുണ്ട്, ആ കുഴപ്പമൊന്നുമില്ല. ശരിക്കും ആനയുടെ ആരോഗ്യത്തിന് ആ ഒലിവ് വേണ്ടതാണല്ലേ?
ആനയ്ക്ക് രണ്ട് താടയ്ക്കും നല്ലപോലെ ഒലിച്ചിറങ്ങിയാലേ ആനയ്ക്ക് പരിപൂർണമായിട്ടും ആനയുടെ ആരോഗ്യത്തിനും നമ്മളെ വിശ്വാസവും ആനയുടെ വിശ്വാസവും എല്ലാം നല്ല ക്ലിയർ ആകുള്ളൂ. കാരണം ആനയെ കള്ളോലുമായിട്ട് നിന്ന് കഴിയുമ്പോൾ തന്നെ ഏത് ആനയായാലും നമുക്കൊരു മനസ്സും കൊണ്ടൊരു വിഷമമുണ്ട്. കാരണം ഇതെന്താ ചെയ്യും, അല്ലെങ്കിൽ കൂട്ടാന പരിപാടി എടുക്കേണ്ടതാണ്, നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യം. അങ്ങനെ കെട്ടിയിട്ട് ഒലിക്കാതെ നിന്നാൽ എന്നപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് നാളെങ്ങനെ ഒലിക്കാതൊക്കെ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഒലിക്കാനുള്ള മരുന്ന്, കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഒലിക്കാനുള്ള മരുന്നും കാര്യങ്ങളും നമ്മൾ അടുത്ത പ്രാവശ്യം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഒലിപ്പിക്കണമെങ്കിൽ അത് നല്ല പൈസ മുടക്കണം. നല്ല പൈസ മുടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുപോലെ തീറ്റ ഇറക്കണം, ആനക്കാരുടെ ശമ്പളം കൊടുക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഉപരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുതലാളി എന്ന് പറഞ്ഞാൽ വളർന്നാലൊന്നും ഒരു രൂപ ഞങ്ങൾ ചോദിക്കത്തില്ല. ബാക്കി ഞങ്ങൾ ആനയുടെ കാര്യങ്ങൾ നടത്തും ഈ പൈസ കൊണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു. അവരും എനിക്ക് ആന അഴിച്ചു കഴിയുമ്പോഴത്തെ ഞാൻ ആരെയും രണ്ടുപേരെ നിർത്തും. അത് കെട്ടാറാകുമ്പം അവരൊക്കെ മാറും. പിന്നെ അവർക്ക് വരുമാനം കുറയും. അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് കുട്ടികൃഷ്ണനായിട്ട്. അപ്പം നമ്മൾ ഈ ലോകത്തെ പനങ്കൈ മുഴുവൻ വെട്ടിപ്പറക്കി എല്ലാം ചുവന്ന് പറക്കി ഇവിടെ കൊണ്ടുവന്ന് ആന എടുത്ത് കൊടുക്കും. അങ്ങനെ ആളെനിക്ക് തോന്നുന്നു ഫുഡൊക്കെ പുറമേക്കാരോട് വാങ്ങിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വിളിച്ച് വാങ്ങിച്ചു കഴിക്കുന്നുണ്ട് അല്ലേ? അത് മേടിച്ചു. അത് എനിക്ക് തോന്നുന്നു ചട്ടക്കാരനുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആള് വാങ്ങും. അല്ലാത്ത സമയത്ത് മേടിക്കും. ചേട്ടനില്ലെങ്കിലും മേടിക്കും. കുഴപ്പമില്ല. എൻ്റെ വീടിനടുത്തൊരു കടയുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തി കുട്ടികൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അവിടെ വരുമ്പോൾ തന്നെ അത് ആ വീടിൻ്റെ ഭാഗമൊക്കെ വന്നാലും അവരോട് ഭയങ്കര ഇതാണ്. അവർ മേടിച്ച് തിന്നച്ചാണ് പോവുകയുള്ളൂ. അത് പറ്റിയാലെന്ന് പറഞ്ഞാൽ നമ്മൾ വിലവെച്ച് പിന്നെ മനസ്സിൽ എപ്പോഴും കിടക്കും ആണല്ലേ. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. ഒരു പിണക്കം, ഒരു ചെറിയ പിണക്കം മനസ്സിൽ കിടക്കും. അവർ തരാൻ തന്നിട്ട് എന്നെ കൊണ്ട് തീറ്റിച്ചില്ല എന്നൊരു മനസ്സിൽ ചിന്തിക്കും. അത് നമ്മളാണല്ലോ അങ്ങനെയാണല്ലോ. കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ് ചില ആളുകൾക്കല്ലേ. പിന്നെ കേറിയ ആനകളിൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിട്ട് ചേട്ടന് തോന്നിയ ആന ഏതാ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കയറിയ ആനകളെ ഒന്നും ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്കില്ല. ഇത്രയും കാലമാണ് ഞാൻ ആനകൾ കയറിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഒന്നുമില്ല. പക്ഷെ എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പം ആളെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ആളില്ലാഴിയുള്ളൂ ബുദ്ധിമുട്ടുണ്ടോ. കാരണം വെച്ചാൽ ആനകളുടെ ഒരു സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. അത് നമുക്ക് തൻ്റെ ഇടമുണ്ട്. എന്നാ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ എന്നാ വഴക്കാന്ന് പറഞ്ഞാലും വഴക്കാനുള്ള ആന കയറുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അങ്ങോട്ട് എന്നെ ആന അയ്യപ്പനാന വഴുവല അയ്യപ്പനാനെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശകലം പൊക്കത്തിലും ആൽബവും ഒക്കെ ഉണ്ട്. നല്ല പണിയുന്ന ആനയാണ്. അപ്പം അതെന്നെ എടുത്തിട്ട് കുത്തിയപ്പം എനിക്കറിയാം ആന എന്നെ കൊല്ലിയാണ്. ആന എന്നെ ഇട്ടിച്ച് മാറി. അന്ന് പിന്നെ ഞാൻ നാട്ടുകാരുടെ കൂടി വലിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പോഴും ആനയുടെ ഒരു പേടി അങ്ങനെ അല്ലേ, ചെയ്യില്ലാന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ചെയ്യലെന്ന് എനിക്കറിയാം. ആന രണ്ടാമത് ചാടി കുത്തുക എന്നുള്ളത് എനിക്കറിയാം. കുത്തി ആ പിടിക്കാൻ അങ്ങ് നിന്നു. അപ്പം ഞാനങ്ങ് കിടന്നുപോയി. കിടന്നു പറഞ്ഞാൽ അത് വന്യാ കിടപ്പാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ തകർന്നു പോയി, തീർന്നു പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അപകടം ഉണ്ടായിടത്തുനിന്ന് പിന്നെ ആനയിലേക്ക് കയറാൻ വന്ന ധൈര്യം എന്താ ചേട്ടൻ തോന്നി? എനിക്ക് അല്ല വീട്ടുകാരാണെങ്കിലും പറയത്തില്ല ഇനി വേണ്ട എന്ന് പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞാലും ഞാൻ പറയാം നീ പോവും എന്നും പറയത്തി ഞാൻ ആന കണ്ടു ആ ഒരു ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്നതാണ്. കാരണം വഴക്കുള്ളൊരു ആന കയറുക, അതിനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമുക്കും തൻ്റെ ഇടം ഉണ്ട്. അന്നത്തെ കാലമൊക്കെ ഒരു പ്രത്യേക ഒരു മനസ്സാണ്. ഏത് കാര്യം ചെയ്യാനൊരു മനസ്സുണ്ട്. നമുക്കൊരു മരത്തെ കയറണം. അപ്പം മരത്തെ കയറ്റിയാൽ നമ്മൾ പന തോപ്പിക്കുക, നമ്മളത് കയറിയേ പറ്റൂ എന്ന് വിചാരിക്കുന്ന പോലെ ആനയെ നമ്മളെ തോപ്പിക്കരുത്. ആന നമ്മൾ മനഃപൂർവ്വം മത്സരമായിട്ട് നമ്മൾ ചെല്ലണം. രണ്ടടി കൊടുത്ത് ആന അഴിക്കണം, കൊണ്ടുപോകണം, നടക്കണം. ആന തോപ്പിച്ചാൽ നമ്മൾ തോക്കരുത്. അതെൻ്റെ ആശാൻ പറഞ്ഞിട്ടുണ്ട്. ആന നമ്മളെ തോപ്പിക്കരുത്, ഒരു പന തോപ്പിക്കരുത്. മനുഷ്യൻ തോറ്റോട്ടെ, പക്ഷെ നമ്മളൊരു ആനയെ എടുത്ത് പോയി തോക്കരുത്. ഒരു പനയെ കയറാൻ നമ്മൾ വന്നിട്ട് അത് വലിയ പനയാണ്, ചെറിയ പനയാണ്, അതല്ല ഞാൻ കയറുള്ളൂ, ചെറുതേ കയറുള്ളൂ, വലിയ ഞാൻ കയറത്തില്ല, അങ്ങനെ വിചാരിക്കരുത്. നീ കയറണം, മനസ്സ് തുറന്നങ്ങ് കയറുക, കൈ വെട്ടി ഇറങ്ങി പോവുക, ആനയെ കൊണ്ട് എടുപ്പിക്കുക, എടുത്തുകൊണ്ട് വീട്ടിൽ പോവുക, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് കെട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ പേടിയാ എനിക്കത് കയറത്തില്ല, അല്ലെ ഒരു ആന അത് എന്നെ തട്ടും കുത്തും, അങ്ങനെ എനിക്കൊരു പേടിയില്ല. ഇല്ല. ആനയുടെ തട്ടും മുട്ടും എല്ലാം ഞാൻ മേടിച്ചിട്ട് ഒരുപാട് മേടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പേടിയില്ല. അതിനുള്ള ധൈര്യം ഉണ്ട്, എനിക്കിപ്പോഴും ഉണ്ട്. പേടിയെന്ന് പറയാൻ എനിക്ക് അന്നത്തെ കാലത്തും ഇല്ല, ഇന്നും ഇല്ല കേട്ടോ. ഇപ്പം ഈ പുതിയ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ ആനപ്പണിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പം പല ആൾക്കാരും പലയിടത്ത് വെച്ച് ആന തെറ്റുന്നു, അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം അതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടല്ല ആനയുടെ പണികൾ കൂടുതൽ കൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് ഇനി പണി അറിയാത്തത് കൊണ്ടാണോ ഒരു ആന തെറ്റാൻ സാഹചര്യം ഉണ്ടാകുന്ന എന്താ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആനകൾ തെറ്റാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ആനയ്ക്ക് ഓരോ സ്വഭാവങ്ങളാണല്ലോ. അപ്പം അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ഓരോ ആനകളെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ.
അപ്പം തീറ്റൽ കുറഞ്ഞെങ്കിൽ അത് നമ്മൾ വെട്ടിക്കൊടുക്കേണ്ട കടമ നമുക്കുള്ളതാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് നമുക്കുള്ളതാണ്. പക്ഷെ അതിൽ നിന്നും വേണം നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം അതിന് തീറ്റയും വയറ് നിറച്ച് കൊടുത്തെങ്കിലേ നമുക്ക് നാളെ രാവിലെ 10 രൂപ കിട്ടുകയുള്ളൂ. അതിനെ കൊണ്ട് പണിക്ക് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ ആനയെ ഡെയിലി കഴുകാമെങ്കിൽ ഏറ്റവും അത്രയും നല്ലതാണ് ആനയെ. പിന്നെ ഞാൻ ആനയെ പണിക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു തോടുണ്ട്. ആ തോട്ടിൽ കൊണ്ട് നല്ലപോലെ ഇരുത്തി ഞങ്ങൾ കിടത്തും. തലയും മുഖവും നല്ലപോലെ വസ്റ്റായിട്ട് കഴുകി നാഗവും നടയും അമരം എല്ലാം അങ്ങ് തൂത്ത് പറക്കി എടുത്തു കഴിയുമ്പോൾ ആനയ്ക്ക് പ്രത്യേക ഒരു ഉഷാറായി. അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ആനയ്ക്ക് ഒരു കുഴപ്പവും വരികയില്ല, ക്ഷീണവും വരികയില്ല. പിന്നെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ സാധാരണ വെച്ചാൽ പണിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കയ്യാലെ കയറി ഇറങ്ങിയൊക്കെ നടന്ന് തോട്ടിക്കൊണ്ട് ഒന്ന് ഇരുത്തി കിടത്തി ആനയെ ഒന്ന് കഴുകും പെറുക്കിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് നമ്മളിപ്പം പലർക്കും പല രീതിയിൽ എവിടെയെങ്കിലും പിടിച്ച് കെട്ടി അന്നേരം വീട്ടിൽ പോവുക അങ്ങനെ അങ്ങനെയൊക്കെ കാണാം. ഓരോരുത്തർക്ക് ഓരോ രീതി. ഞങ്ങളൊക്കെ ആശാന്മാരൊക്കെ എന്ന് വെച്ചാൽ പണി കഴിഞ്ഞ് കൊണ്ടുവന്ന് ആനയെ കൊണ്ട് കഴുകി കെട്ടി വീട്ടിൽ ചോറ് കൊടുക്കാവുന്ന സൗകര്യത്തിനുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഇന്നാളൊരു വീഡിയോയിൽ ഇത് പറഞ്ഞ പോലെ ആനയെ കഴുകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആനയെ കഴുകിയിട്ട് ഭക്ഷണം കൊടുക്കണമെന്നൊരു വീഡിയോ പറഞ്ഞപ്പോൾ ചില ആളുകൾ കമൻറ്റ് ഇട്ടിരുന്നു, കാട്ടിലെ ആനകളെ കഴുകുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ അവരാരോഗ്യത്തിൽ. അപ്പം ഞാനും വന്നപ്പോൾ ചിന്തിച്ചു, ശരിയാ. പക്ഷെ പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, അവരതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ, അവരൊരിടത്ത് ഇങ്ങനെ കെട്ടുന്തറിയിലല്ലോ നിൽക്കുന്നത് അല്ലേ, അവർക്ക് പണിയില്ലല്ലോ. അവർക്ക് പണിയില്ല, നടക്കുക. ഇവരുടെ ഒരു സാഹചര്യത്തിൽ ഇവരെ നോക്കേണ്ടത് ആ ആനകളെ നോക്കുന്ന രീതിയിലല്ലല്ലോ. അല്ലല്ല, ഇത് നമ്മൾ പിടിച്ചു കെട്ടിയിട്ടിരിക്കുക. അതെ. മറ്റേന്ന് പറഞ്ഞാൽ 4-6 മാസം അല്ലെങ്കിൽ നടക്കുകയാണ്. അതിന് തീറ്റയും മരുന്നും അത് തന്നെ പറിച്ച് തിന്നോളും. ഇത് നമ്മൾ കൊണ്ട് കൊടുത്തെങ്കിലേ തിന്നാൻ പറ്റും, കഴിക്കാൻ പറ്റും. നോവിനുള്ള മരുന്ന് വേണമെങ്കിൽ നമ്മൾ കൊടുക്കണം. ഇത് പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കല്ലേ. അതെ അതെ. കാട്ടിലെന്ന് പറഞ്ഞാൽ അതിന് മരുന്നുകളുണ്ട്, ആനയ്ക്ക് അറിയാം, അത് പറിച്ച് തിന്നും ആന. അതുപോലെ നമ്മുടെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ട് ആന തിന്നാൻ പറ്റും. അതിൻ്റെ നമ്മുടെ നാട്ടിൽ മരുന്ന് ഇല്ല. അല്ലെങ്കിൽ നമ്മൾ പോയി തപ്പിപ്പറക്കി ഒക്കെ പറിച്ചെടുക്കണമെങ്കിൽ താമസിക്കും. പക്ഷെ ഇത് ഞാൻ അങ്ങനെ ഒരു കമന്റ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആളുകൾക്ക് അറിയില്ലല്ലോ. അല്ല, അത് നല്ല കാര്യമാണ്. കാരണം നമ്മൾ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതെ, പലർക്കും അറിയില്ല. കാരണം നമ്മളൊരു വീട്ടിൽ പട്ടിയെ വളർത്തിയാൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അതെ, എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ മൃഗങ്ങൾക്കും ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏത് ആനയിലായിരുന്നു പിന്നെ വന്നത്? അയ്യപ്പനാനയ്ക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ ഞാൻ വേറെ പണിക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ആനയെ കെട്ടി, ഉള്ളിപ്പള്ളി ആനയെ എനിക്ക് കിട്ടി. പിന്നെ അടാട്ട് പരമോനയിലേക്ക് അടാട്ട് പരമ ഞാൻ കയറിയായിരുന്നു. അത് തന്നെ പറഞ്ഞാൽ അത് തലവേദന കേസാ കേട്ടോ. അത് തന്നെ കൊല വിളിക്കണ്ടായിരുന്നു. അത് ഈ പിന്നെ മറ്റേ കൊറ്റിപ്പാലത്തേക്ക് നാണയം തെറ്റി എന്നെ വെച്ചോണ്ട് ഒരു പതിവില്ലാതെ ആന 4-4 കുറ്റി മരം പിടിച്ച് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ആന ഇങ്ങനെ പെട്ടെന്ന് പടപട പിടിച്ച് വെച്ചല്ലോ, എന്തോ പണിക്കട തെറ്റാൻ പോവുകയെന്ന് ഞാൻ പറഞ്ഞു. ഇല്ലടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വക്കെടുത്ത് ഒറ്റ ഏറും വെച്ച് കൊടുത്തിട്ട് ആന ആ തോട്ടം വഴി അങ്ങ് കയറിയാണ് പോയി. കയറി ഞാൻ അന്നേരം നടയിലൊരു നല്ല ആവണ്ണമുള്ളൊരു അപ്പോൾ തെറ്റാൻ പോവാന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ സാധാരണ ആനകളെല്ലാം മണ്ട കയറുന്ന പണി, ഞാൻ ചോട്ടി ചെയ്യുന്ന പണിയില്ല. ഈ വായിട്ട് അലക്കേണ്ട കാര്യമില്ല. കാലയിൽ സുഖമായിട്ട് വളർന്നോളൂ. ഇന്നിപ്പോൾ കാലറിയാവുന്ന ആനക്കാർ ചുരുക്കവാ ഈ വായിട്ടടിക്കുള്ളൂ. അപ്പം ഞാൻ ആന മോളിൽ നിന്ന് ഈ പരുമോനെ പിടിച്ച് വെച്ചു, 3-4 കുറ്റി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ആന തെറ്റുന്നു പറഞ്ഞു. ഇവിടെ ബക്കി എടുത്ത് എറിഞ്ഞു. ആന എന്നെ കൊണ്ട് അങ്ങ് പോയി. അപ്പോൾ ഈ ആന മുകളിലൊരു കയറുണ്ടായിരുന്നു, നട കെട്ടിയിട്ടുണ്ട്. ആ കയറങ്ങ് ആന തന്നെ അങ്ങ് വലിച്ചിട്ട്. അപ്പം എൻ്റെ കൂടെ നിന്നവർക്ക് പുള്ളിക്ക് പേടി. അപ്പം ഞാൻ വേറെ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പം അവൻ പറഞ്ഞാൽ നീ അവിടെ ഇരുന്നു, ഞാൻ ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞു. ആ റോപ്പ് എടുത്ത് അങ്ങ് റബ്ബറിലോട്ട് കെട്ടി. റബ്ബറെ കെട്ടിയിട്ട് പിന്നെ ആ റബ്ബറെ കിളന്ന് പറയും. പിന്നെ ഇവിടുന്ന് റബ്ബറയുടെ ഒരു റോപ്പ് ഇട്ടു. ആ റോപ്പ് അതേ വഴി കൊണ്ടിട്ട് റോപ്പ് ആ തേക റബ്ബറിലിട്ടു. ആ റബ്ബറെ കെട്ടിയിട്ട് പോലെ ഒരു ഉറി പോലെ ഇങ്ങനെ കെട്ടി. ഉറിയെ കെട്ടി ഞാൻ ആളെ മണ്ടയിരിക്കുക. അപ്പം ഈ ഉറി എവിടെ ഇരുന്ന് പിക്കപ്പെ കെട്ടി ഒരു തുമ്പ്. ആ തുമ്പ് പിക്കപ്പെ കെട്ടി എന്നോട് പറഞ്ഞ അപ്പം നമ്മൾ പറയുന്നില്ല ഓരോ കാര്യങ്ങളും, ഒന്നും പറയത്തില്ല, എല്ലാം പൊട്ടം കളിക്കുക ആളെ മണ്ടയിൽ. ആനക്കറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല ആനക്കറിയാം. അപ്പോഴത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വണ്ടി ഈ കയറെ പിടിച്ചു. പെട്ടെന്ന് ഒരു 10-30 അടി മുകളിൽ പൊങ്ങിപ്പോയി. അപ്പോഴത്തേന് കായതിന്ന് ചന്തിയെന്ന് കയറങ്ങ് ഊരിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തരത്തിൽ കയ്യെ പിടിച്ചിട്ട് കൈ അങ്ങ് പഴുത്തു പോവുക. ഇരുന്ന് ഞാൻ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ കയറയിൽ ഇങ്ങിയിരുന്നു. ആ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവർ പിക്കപ്പ് അങ്ങ് മാറി കെട്ടിയിട്ടിട്ട് അവർ വേണം കുറച്ച് പേര് കൂടി ആന തല്ലി അഴിച്ച് നേരെ ഞാൻ
കീഴ വന്നിരുന്നു. വീണു. നമ്മൾ അഞ്ചാറ് തുലിയൊക്കെ പോയി. എന്നാലും രക്ഷപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ആന കുലുക്കിയിടാൻ നോക്കത്തില്ലേ പൊക്കത്തിരിക്കുമ്പോ? പൊക്കണ ഞാൻ ഈ തോട്ടിയും പടിയോടെ ഞാൻ ആന മുന്നോട്ട് എടുത്തിട്ടു. ആ അപ്പം അതപ്പം ആനസിക്ക് മനസ്സിലായി തല്ലാനുള്ള സാധനം ഇല്ലെന്ന്. ഇട്ട് തന്നു. അപ്പം അന്ന് ഞങ്ങൾ തന്നെ തല്ലിയായിരുന്നു ആനക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തോണ്ട് ആന ഒന്നും തയ്ച്ചതിനെ കുലുക്കിയില്ലാതെ ഒന്നും ചെയ്തില്ല. കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ആനയുടെ തലക്കുന്നിയിൽ ഇങ്ങനെ മനേന്ന് വിളിച്ച് ആന ഇതൊന്നും കേൾക്കുന്നില്ല. ദേഷ്യത്തില്ല. ആന അങ്ങനെ കലിച്ചൊന്നുമില്ല. അപ്പം പിന്നെ പടപടാന്ന് എല്ലാ കാര്യം നടത്തി ഈ റോപ്പേ വഴി ഞാൻ മെണ്ട ചെന്നു. അവരെ ആന മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു ആന മാറി ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ ആന ഒന്ന് തണുക്കാൻ കുറെ സമയം എടുക്കുമോ? ആനയുടെ ദേഷ്യം അരിച്ചം തീർന്ന ഒരു 2-3 മണിക്കൂർ. അത്രയും നേരം എടുക്കും. അത് കഴിഞ്ഞാൽ കയറി ചെല്ലാം, കുഴപ്പമൊന്നുമില്ല. കയറി ചെല്ലാം. നമ്മൾ പഴയ ആ ദേഷ്യം പിന്നെ ആന ചെയ്തായിട്ടും പറഞ്ഞായിട്ടും ഒന്നും അറിയത്തില്ല. പറഞ്ഞ സാധാരണ രീതിയിൽ നിൽക്കും. അത് നിൽക്കും. ആനയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. ഇനി അതിന്റെ സങ്കടം വല്ലതും ഉണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോ അങ്ങനെ വല്ലതും? ഇപ്പം പറയാൻ പറ്റില്ല, നമുക്ക് അറിയില്ലല്ലോ. പറയാൻ പറ്റില്ല. അല്ല, കൂടുതൽ സ്നേഹം വല്ലതും കാണിക്കുമെന്ന് ഞാൻ ചോദിച്ചേ. സ്നേഹമൊന്നും കാണിക്കുന്നു അതൊന്നുമില്ല. അതൊരു ആനയും ചെയ്യത്തില്ല. ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയാം അങ്ങനെ വല്ല വിഷമമുണ്ട് ചെയ്തു പോയതിന്റെ. അങ്ങനെയൊന്നും ഇല്ലല്ലോ ആനകൾ. അങ്ങനെയൊന്നും അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. പറയച്ചില്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആനകളന്നും ഇതൊക്കെ കാട്ടിൽ ജനിച്ചുണ്ടായ സാധനങ്ങളാണ്. ഇത് മനുഷ്യൻ ഇപ്പം നമ്മളെ ഈ അച്ഛനായാലും അപ്പനായാലും ഏട്ടനിമാരും സഹോദര ബന്ധം എന്നും സ്നേഹബന്ധം എന്ന് പറയുന്ന സംഗതി ഇല്ല. പിന്നെ കാട്ടി കിടക്കുന്ന ആനയ്ക്ക് ഉണ്ടാവുമോ? അത് ശരിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്ന് അറിയുമ്പോഴായിരിക്കും കയറി ചെല്ലുക അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വില വെച്ചൊക്കെ കയറി ചെന്ന് ആനയ്ക്ക് 4 കൊടുത്തൊക്കെ അതിനൊക്കെ സൗകര്യത്തിൽ ആന നിന്ന് കെട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ പറ്റും. അല്ല ഓടിച്ചെന്ന് അടിയും കിടിയൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. ആനയ്ക്ക് എല്ലാ ആയുധം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പിന്നെ ആനയ്ക്ക് പ്രത്യേകിച്ച് ആയുധം വേണ്ടല്ലോ. അതെ. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യം. അതിപ്പോ ഒരു കൊമ്പനാനയും പിടിയാനയും കയറുമ്പോൾ ആ പിടിയാനയ്ക്ക് അങ്ങനെ വ്യത്യാസം എളുപ്പമുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? കൊമ്പനാനയെക്കാട്ടിലും കൊമ്പനാന ഏറ്റവും സുഖം. പണിക്കും ഒരു തീറ്റ എടുത്തുകൊണ്ട് പോകാനും എല്ലാ വിധത്തിലും കൊമ്പനാനയാണ് നല്ലത്. അതെന്താ അങ്ങനെ വരാൻ? അങ്ങനെ വെച്ചിട്ട് പറയാൻ കാരണം പിടിയാന തീറ്റ കടിച്ചു പിടിച്ച പോകും. അതിന് കൊമ്പില്ലാത്തത് കൊണ്ട് തേറ്റ വെച്ച് പിടിക്കണമല്ലോ. തേറ്റ അല്ല, വായും കൊണ്ട് കടിച്ചു പിടിക്കും. വായും കൊണ്ട് കടിച്ചു പിടിക്കുക. അത് കടിച്ചു പിടിച്ച് ഒരു പരിധി കഴിയുമ്പോഴത്തേന് നമ്മൾ ആ ചൊടി അങ്ങ് വേദനെടുക്കും. അപ്പം താഴോട്ട് പൊളുക്കുമെന്ന് നിങ്ങൾ. കൊമ്പനാനെ സംബന്ധിച്ച് നോക്കിയാൽ അതൊരു 1/2 കിലോമീറ്റർ അടുത്ത് ആന അങ്ങ് പൊക്കോളും. കൊമ്പത്താങ്ങി അങ്ങ് പോകുള്ളൂ. ഓടിച്ച് തിരുന്ന ആനയാണെങ്കിൽ ഓടിച്ച് തിന്ന് അങ്ങ് പോകും. ഇതൊന്നും പിടിയാനെ സംബന്ധിച്ച് അത് പറ്റിയല്ല, അത് പറ്റത്തില്ല. അതുപോലെ തന്നെ കൊമ്പനാന ചെയ്യുന്ന പണി അതിനെ കൊണ്ട് നടക്കില്ല. എന്നാൽ ചില പിടിയാന നല്ലപോലെ പണിയുകയും ചെയ്യും. കൊമ്പനാന നാണിച്ചു പോകും. അതുപോലത്തെ പണി ഈ തേക്കുംതോട്ടത്തിൽ മീരെ പോലുള്ള ആനകളൊക്കെ തഴമ്പ് മീരാന വല്ലാത്തൊരു ആന കേട്ടോ. അറിയാവോ അതിനെ? ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, അത് വല്ലാത്തൊരു ആന. അങ്ങനെ പണിയെടുക്കാൻ പിടിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടു. പണിക്കൊന്നും ഒരു കുഴപ്പമില്ല. ആളിനെ കൈ കെട്ടിയാൽ അതെല്ലേ. പിന്നെ അല്ല, അങ്ങനത്തെ പിടിയാനകളും പണിയെടുക്കുന്ന പിടിയാനകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കഴിഞ്ഞാണോ പുഷ്പകുമാരനല്ലൂർ പുഷ്പയിൽ വന്നത്? അത് പുഷ്പയാനയ്ക്ക് ഞാൻ അന്ന് ഉണ്ണിപ്പള്ളിയാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ അച്ഛനൊക്കെ വന്ന് ഇപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാണ്. ഞാൻ എൻ്റെ വീടും പുള്ളിയുടെ വീടുമായിട്ട് ഒരു 2 കിലോമീറ്റർ അകലേ ഉള്ളൂ. നേരത്തെ തൊട്ട് എനിക്കറിയാമെന്നല്ല. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എൻ്റെ ബേബി ഇന്നൊരു ആനയായിരിക്കണം, നമ്മുടെ ആനയായിരിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ ആനയ്ക്കൊന്ന് മാറുകയാണ്, മാറിയിട്ട് ഞാൻ വന്നഴിക്കാം എന്ന് പറഞ്ഞു. അന്നേരത്തിന് ഈ കിഴുവങ്ങളങ്കാരൻ സാവു എന്ന് പറഞ്ഞ ഒരു പാർട്ടി അതിനെ കയറിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ആന ഇവിടെ കൊണ്ട് കേട്ടോ എൻ്റെ വീടിനോടെ. അപ്പോൾ ഞാൻ നാളെ ഒന്ന് ആനയെ അഴിച്ചോളാം, ആനയെ ഞാൻ മറ്റേ ആനയെ കൊണ്ട് കൊടുക്കാം എന്നും പറഞ്ഞു. പുഷ്പ സൂപ്പർ പണിയെടുക്കുന്ന. പിന്നെ ഒരു 120 പിടി മരമൊക്കെ എനിക്ക് ആ ആന പണിതിട്ടുള്ള. അപ്പോൾ ഈ ഒരു നീരകാലം കഴിഞ്ഞ് ഇപ്പം കുട്ടികൃഷ്ണനാണെങ്കിലും നീരകാലം കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പം ചേട്ടൻ ഇപ്പോൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ചേട്ടക്കാരുള്ള ആനയാണെങ്കിൽ അത് കഴിയുമ്പോൾ ആനയ്ക്ക് മനസ്സിലാവുമോ ആ ചേട്ടക്കാരനായിരുന്നു, എന്നെ നേരത്തെ നിന്നിരുന്ന ഈ ആൾ തന്നെയായിരുന്നു എന്നെ കൊണ്ട് നടന്നത്, അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? അതോ ആ ഓർമ്മയെല്ലാം പോകുമോ ആനയ്ക്ക്? ചില ആന മറന്നു പോകും, എല്ലാം മറന്നു പോകും. ചിലത് മറന്നു പോകും, ചിലത് വർഷങ്ങളായിട്ട് കഴിഞ്ഞാലും മറക്കുകയല്ല കാണാം. അങ്ങനെയുണ്ട്. അതായത് ചില ആനങ്ങൾ മറന്നു പോകും, ചിലത് മറക്കുകയല്ല. അങ്ങനെ അത് ഓരോ ആന മനുഷ്യരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ. അതെല്ലേ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ദൈവം ഓരോ വഴി കൊടുത്തിരിക്കുകയല്ലേ. ഇത്രയും ആനകളൊക്കെയാണ് കൂടുതലായിട്ടും കയറിയിട്ടുള്ളത് അല്ലേ? ഞാൻ ഒത്തിരി ആന കയറിയിട്ടുണ്ട്, ഒരുപാട്. കൂടെ ആനയുടെ കൂടെ നിന്നിട്ടുണ്ട്, ചുമതല അല്ലാതെ? അല്ല, ചുമതല അല്ലാതെ ഞാൻ ആനക്കാരുടെ കൂടെ നടന്ന് ആനയെ പണിപ്പിക്കാനോ തീറ്റ വെട്ടാനോ അങ്ങനെയുള്ള ഒത്തിരി കാര്യത്തിന് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ പലരുടെ കൂടെ നടന്നാണ് ഈ ആനപ്പണി ഞാൻ പഠിക്കുന്നത് തന്നെ.
അല്ല ഒരാന തന്നെയല്ല ഞാൻ കയറി. ഇപ്പം നമ്മുടെ കോട്ടയത്ത് ആനകൾ കൂടുതൽ ചേട്ടൻ കയറിയിട്ടുണ്ട്. ഇപ്പം കോട്ടയം വിട്ട് കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂർ, പാലക്കാട് അല്ല അങ്ങനെയുള്ള ഭാഗത്തുള്ള ആനപ്പണി നമ്മുടെ പണിയായിട്ടൊക്കെ വലിയ വ്യത്യാസമുണ്ടോ? ആനപ്പണി ഒരുപാട് വ്യത്യാസമുണ്ട്. തൃശ്ശൂർ, കൊല്ലം, ഇങ്ങനെ കോട്ടയം ജില്ലയിലെ ഇപ്പോൾ ആനക്കാരെന്ന് പറഞ്ഞാൽ ആനയുടെ മേളിൽ കയറി പണിയും, താഴെ നിന്നാളും പണിയും, പിന്നെ ആനയെ ഓരോ കെട്ടിപ്പഴുക്കിൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. തൃശ്ശൂർക്കാർക്കെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പഴയ ആൾക്കാരുണ്ട്, പണി അറിയാവുന്ന ആൾക്കാരുണ്ട്. അത് കൊല്ലത്തും ഉണ്ട്, പണി അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴെന്നാലോ ഞാൻ പറഞ്ഞാൽ പിള്ളേർത്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു വിധപ്പെട്ട പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പം നമ്മൾ കുട്ടിക്കൃഷ്ണനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കുട്ടിക്കൃഷ്ണൻ്റെ ചട്ടക്കാരൻ്റെ വിശേഷങ്ങൾ ചോദിച്ചത്. അപ്പം കുട്ടിക്കൃഷ്ണനിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ആള്? ആന നല്ല ആനയാണ്, നല്ല ആന, നാടൻ ആനയാണ്. ആനയ്ക്ക് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ അവനെ പ്രത്യേക സ്വഭാവങ്ങളാണ്. അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ഈ ആനയിൽ വന്നപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടാവത്തില്ലേ ഇത് കയറാൻ ബുദ്ധിമുട്ടുള്ള ആനയാണെന്ന്? പലരും പറഞ്ഞിട്ടുണ്ട്. പലരും പല അഭിപ്രായം, മനുഷ്യൻ്റെ പലരും പല രീതിയിൽ പറയും. അപ്പോൾ ആന മോശമാണെന്ന്, മറ്റേതാണ്, മാടയാണ്, കോളയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആനയുടെ മുതലാളിയാണെങ്കിൽ അവരെ എല്ലാവരും വളരെ നല്ല ഇതിലാണ് അവരെന്നോട് ഇടപെടുന്നത്. ആനയായിട്ടും എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് ഇടപെടുന്നത്. അതായത് നമ്മൾ പറയുന്ന സമയത്ത് പോലും പനകയാളിലും പുല്ലായിട്ടും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതൊരു വേറൊരു ഉടമസ്ഥന്മാർ ചെയ്യുന്നേക്കാൾ കൂടുതൽ ആനയായിട്ട് പുള്ളിക്ക് ഭയങ്കര താല്പര്യം. പൈസയല്ല വിഷയം അവർക്ക് അവരുടെ മുതലാണ് ഏറ്റവും വലിയ വലുത്. പലരും എന്നോട് പറഞ്ഞ ആന കൂട്ടാന വഴക്ക് പിടിക്കും, മറ്റേതാ മറിച്ചതാന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഞങ്ങൾ കൂട്ടാന പരിപാടി ഞാൻ എടുക്കുകയും ചെയ്തു. തൃശ്ശൂരൊക്കെ വന്ന് 3 ആന പരിപാടി 7 ആന പരിപാടി വരെ ഞങ്ങൾ എടുത്തു. പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടെ ആനഞ്ഞ് പോകുന്നു. പിന്നെ പലരും പല അഭിപ്രായങ്ങൾ പറയുമല്ലോ. നമ്മളെ ഏത് ആരായാലും ഒരാനയെപ്പറ്റി പലരും പറയും. അപ്പം നമ്മളതൊന്നും കണക്കാക്കുന്നില്ല. നമ്മുടെ ആനയുടെ കാര്യം നോക്കി നമ്മളങ്ങ് മുന്നോട്ട് പോകാമെന്നുള്ളൂ. പിന്നെ ആനയെ സംബന്ധിച്ചാൽ കൂട്ടാന പരിപാടി എനിക്ക് പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എടുക്കാൻ പരമാവധി ഞാൻ എടുക്കും. പക്ഷെ എല്ലാവരും പറയും ഇത് കൂട്ടാന കുത്തും, മറ്റേതാ മറിച്ചതാ മാടയാന്ന് എല്ലാവരും പറഞ്ഞു. 4 വർഷമായിക്കൊണ്ട് ചേട്ടന് കുഴപ്പമില്ല? എനിക്കൊരു കുഴപ്പമില്ല. ദൈവം കഴിച്ച എല്ലാ പരിപാടിയും ഞാൻ എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. 90 പരിപാടി 85 പരിപാടിയൊക്കെ 2-3 കൊല്ലമായിട്ട് അടുപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പരിപാടിക്കൊക്കെ പോകുമ്പോൾ ആൾക്ക് എങ്ങനെയാണ് ചിട്ടയൊക്കെ എല്ലാം ഉള്ളതാണോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ആന എഴുന്നള്ളിക്കുന്ന സമയത്തൊന്നും ആർക്കും ദേഹത്ത് വന്ന് തൊടാനൊന്നും പറ്റില്ല. വായിൽ എഴുന്നള്ളിക്കുന്ന സമയത്ത് ആർക്കും വെള്ളം എന്ത് വെള്ളം കൊണ്ട് കൊടുക്കാം, ആനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ചിട്ടയൊക്കെ എത്ര മണിക്കൂർ നിൽക്കുന്നതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആനയ്ക്ക് എത്ര മണിക്കൂർ വെള്ളമാണെന്നൊന്നും നിൽക്കുകയും ചെയ്യും. അത് തന്നെയല്ല വഴിയടിച്ച് പോകും. എഴുന്നള്ളിച്ച് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നിൽക്കണം, അല്ല തണുപ്പ് കണ്ടോ നിൽക്കണം, അങ്ങനെയൊന്നുമില്ല. ആനക്കാരൻ്റെ കൂട്ടത്തിൽ തന്നെ കയറി ആന പോകും. അല്ലാതെ അതിന്റെ സൗകര്യം നോക്കി നിൽക്കുക അങ്ങനെയൊന്നും ഒരു പാശികളൊന്നുമില്ല. ആനയ്ക്ക് അങ്ങനെ തിന്നാൻ കിട്ടുന്നിടത്തിട്ട് ഓടിച്ചെന്ന് മേടിച്ച് തിന്നും, ആൾക്കാർ കൊടുക്കും, അങ്ങനെ പോകും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല എനിക്ക് പറ്റിയല്ല, അന്ന് ബുദ്ധിമുട്ടാണ്, പിന്നെ ഒന്നും ആന പറയത്തില്ല. ആന അവിടെ നിൽക്കത്തുമില്ല. ആന നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇഞ്ഞ് പോകുന്നു, ഒരു കുഴപ്പമില്ല. വിളക്കുകാരൻ്റെ കൂട്ടത്തിൽ വിളക്കയിലേ പോകുന്ന ആ കുറേ അങ്ങ് പോകുള്ളൂ, ഒരു കുഴപ്പമില്ല. കുത്തുവിളക്കിനെ പറയാൻ പോകും. കുത്തുവിളക്കുകാരനെ ഓടിക്കുമെന്ന് പറഞ്ഞ ആനക്കാർ പലരും ഉണ്ട്. അപ്പോൾ ആ പല ആൾക്കാരും ഇപ്പോൾ അവരുടെ മുന്നിൽ കൂടെ ഞാൻ എഴുന്നള്ളിച്ച് പോകുന്നുണ്ട്, ആന എഴുന്നള്ളിച്ച് കാണുന്നുമുണ്ട്. ഇപ്പോൾ അവർക്കൊക്കെ തോന്നുന്നുണ്ട് പറഞ്ഞത് മണ്ടത്തരമാണല്ലോ, പറയണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്തായാലും ആന യാതൊരു കുഴപ്പമില്ല. എഴുന്നള്ളിക്കുന്ന സമയത്തൊന്നും ഒരു ആനയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ആന അറിഞ്ഞൊരു ആനക്കാരൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആന അറിഞ്ഞൊരു ആനക്കാരൻ ഇതിനെ ചുവാൻ നേരെ കയറിയില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കയറിയ എല്ലാ പരിപാടിയും ചെയ്യായിരുന്നു. പക്ഷെ അതെന്ന് വെച്ചാൽ അതിനെ കെട്ടിപ്പഴക്കിയ കാലം തൊട്ട് ഒറ്റാന പരിപാടി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആനയ്ക്ക് ഒരു മടിയാണ് കൂട്ടാനയാണ്. പിന്നെ ഇതിന് മുന്നേ വെച്ച് കൂട്ടാന പരിപാടിക്കിട്ട് പിന്നെ മറ്റൊരു ആന തല്ലുന്നൊന്നും ഈ ആനയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് ഈ ആന കൂട്ടാനായിട്ട് തട്ടുക മുട്ടുകയൊക്കെ ചെയ്യുന്നത്. വേറൊരാളെ ദ്രോഹിക്കുന്ന കാണുമ്പോൾ വേറൊരാളിട്ട് ആനക്കിട്ട് തല്ലുന്നതൊന്നും ആനയ്ക്ക് ഇഷ്ടമല്ല. അതൊന്നും ആന എഴുന്നള്ളിച്ച് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. അല്ലാതെ തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ ആനയിട്ട് തരുന്നത് ഈ ആനയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പുള്ളിക്ക്, അല്ല വേറെ കുഴപ്പമില്ല. അതിൽ പരിപാടിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടായ ചട്ടക്കാരനെ സംരക്ഷിക്കുന്ന ആനയാണോ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ ഉടക്കുണ്ടാക്കാൻ വേവിച്ചേട്ടൻ്റെ അടുത്തോടൊക്കെ അങ്ങനെ വന്ന് കാണുകയില്ലായിരിക്കും. അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള വഴികളൊന്നും പോയിട്ടില്ല. എന്നാലും ചട്ടക്കാരനോട് കൂറുള്ള ഒരു ആനയാണോ? നിൽക്കും, ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ പരിപാടി എടുത്ത് പോകും, ഒരു കുഴപ്പമില്ല. ഈ എഴുന്നള്ളിച്ച് പോകുന്ന സമയത്ത് ആനക്കാരൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആന അങ്ങ് പൊക്കോളും, കുത്തുവിളക്കിന് പുറകെ അങ്ങ് പൊക്കോളും. അവര് നിൽക്കുമ്പോൾ നിന്നോളും. അല്ലാതെ അവനെ തള്ളിയിടണമെന്നോ അല്ലെങ്കിൽ വിളക്ക് കളയണമെന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല. ഇല്ല, ആന ആ പുറകെ അങ്ങ് പൊക്കോളും. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം കൊണ്ട് ഏകദേശം ദേവിച്ചേട്ടനെ മനസ്സിലായിട്ടുണ്ട് ആൾക്ക്
പിന്നെ ആനയ്ക്കറിയാം ഇങ്ങനെയാളൂ ഇത്രയൊക്കെ എന്നെ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ അമിതമായിട്ട് ഞാൻ അങ്ങനെ തല്ലുവോ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ അങ്ങനെ ചെല്ലേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മൾ വഴിയടിച്ച് പോകാനുള്ള ആന നമ്മൾ പറയുന്നുണ്ട്, നമ്മളെക്കാളും മുന്നേ പോവാനാ. അങ്ങനെ കുഴപ്പമാണ്. അങ്ങനെ ആനയെ തല്ലണമോ പിടിക്കണമോ. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ എന്നതാ കുട്ടികൃഷ്ണന്? കുട്ടികൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് വെച്ച് നോക്കുമ്പം ആനയ്ക്ക് നേരി നിൽക്കുന്ന സമയത്ത് പുല്ലാണ് ഏറ്റവും ഇഷ്ടം. പനങ്കയുടെ ആന താല്പര്യമില്ല. പുല്ല് കഴിക്കും. പുല്ലാണ് ഏറ്റവും ഇഷ്ടം. പുല്ല് സാറെ ഇറക്കി തരും, ഇന്ന് പുല്ല് കൊണ്ടുവരും. പിന്നെ എന്നാന്ന് വെച്ചാൽ പനങ്കൈ ആനയ്ക്ക് ഞങ്ങൾ നീരിൽ നിന്ന് കഴിച്ച് കഴിയുമ്പം ആനയെ നല്ലപോലെ കഴുകി ചോറും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 പനങ്കൈ ഇട്ട് കൊടുക്കും. അത് മതി. ആനയ്ക്ക് നല്ലപോലെ പനങ്കൈ തിന്നും. ഇപ്പം രാവിലെ കഴിക്കാൻ വരുമ്പോഴത്തേന് പനങ്കൈ ശകലം പോലും ഇല്ലാതെ നോക്കും. അപ്പം ഒരു ദിവസം ഇപ്പോൾ ആന കെട്ടിയിട്ട് പോകുമ്പം പിറ്റേ ദിവസം രാവിലെ വരുമ്പം അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്തൊക്കെയാണ് ഉള്ളത് സാധാരണ? നമ്മൾ രാവിലെ ആന അഴിക്കാൻ വരുന്നതിന് മുമ്പ് ആന എത്ര എണ്ണം വരെ വന്നിട്ടുണ്ട്, അല്ല എന്തര എണ്ണം ഉണ്ട്, ആന എന്തര എട്ടിയിട്ടുണ്ട്, ആന എണ്ണത്തിൽ കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രാവിലെ നമ്മൾ നോക്കുമ്പം അതിന് വെള്ളത്തിന് കുടിക്കുന്ന മടിയുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കും. അത് നോക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആ വെള്ളം കുടിക്കാൻ മരുന്ന് അല്ലെ നമ്മൾ വെള്ളം കുടിച്ചില്ലല്ലോ നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കൊടുക്കണം. എണ്ണം പോയില്ലെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുക്കണം. അപ്പോൾ എണ്ണം തന്നെ വന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഠിച്ച് വേണം ഒരു ആനയെ കൈകാര്യം. പിന്നെ നമ്മൾ എവിടെ കൊണ്ട് കിട്ടിയാലും ആന എന്തായാലും പതിവില്ലാതെ നമ്മൾ എണ്ണ ഇട്ടിട്ടുണ്ടോ, അല്ല പതിവ് പോലെയാണ് എണ്ണം കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കും. അങ്ങനെ നോക്കിയാണ്. പിന്നെ എണ്ണത്തിന് നല്ല തെളിമയുണ്ടോ, കാരണം നല്ല തെളിമയാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ബലം മുറുകിയാണ് വരുന്നത്. അത് കറുത്തിട്ടാണ് എണ്ണം വല്ലതും കറുത്ത് വരുമ്പോൾ എണ്ണം മുറുകി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയ ചട്ടക്കാര് നിങ്ങളൊക്കെ നിങ്ങളുടെ ആശാന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. പിന്നെ നോവ് വന്നാൽ അത് നമുക്കറിയാൻ പറ്റും. ആനയ്ക്ക് തിന്നാൻ മടിക്കുമ്പോൾ ആനയുടെ ചങ്കൂറ്റിക്ക് പിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നോവാണോ ഏണ്ടക്കെട്ടാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എനിക്കറിയാൻ പറ്റും. നമ്മളിതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മളത് പിടിച്ചു നോക്കും. അപ്പം നമുക്കറിയാൻ പറ്റും. പിന്നെ അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചാലേ ഓരോ കാര്യങ്ങൾ വിജയിക്കുള്ളൂ. അല്ലാതെ അങ്ങനെ ആകുമ്പോഴാണ് ഒരു ആനയല്ലേ കുറെ കാലം ആയുസോടെ ആരോഗ്യത്തോടെ ആനകൾ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ വെച്ചാൽ ആനയൊന്നും കഴുകി കെട്ടാമെങ്കിൽ ഏറ്റവും നല്ല ആനയ്ക്ക് ഒരു ആരോഗ്യം കൂടുതൽ കിട്ടും. നമ്മളിപ്പം പണിക്ക് പോയാലും എവിടെ പോയാലും ആന വഴിയടിച്ച് പോയാലും ചുമ്മാ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ഓടിച്ചൊന്ന് കഴുകി വിടാമെങ്കിൽ ആന കാലിലും കഴിക്കും. നമ്മൾ തന്നെ ഒന്ന് രാവിലെ ഒന്ന് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ ആനയുടെ കാര്യം. ആന കഴുകുന്ന കാര്യം ചേട്ടൻ പറഞ്ഞു. അപ്പം ആന അങ്ങനെ കഴുകുമ്പോൾ ഇപ്പം നഖം കഴുകുമ്പം അങ്ങനെയൊക്കെ കൊമ്പ് കഴുകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാലേ നമ്മൾ ആന വെള്ളത്തിൽ കൊണ്ട് ഇരുത്തി കിടത്തി കഴിയുമ്പോഴത്തേന് ആനയുടെ നാഗത്ത് മറ്റുള്ള ആനയ്ക്ക് കാലിനകത്ത് വലിയ മുറിവോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പം നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ നഖം എല്ലാവരും ഇപ്പം ഈ നഖത്തിനോട് കല്ലിട്ട് വരച്ച് അല്ലെങ്കിൽ ബ്ലേഡിന് വരച്ച് അല്ലെങ്കിൽ കുപ്പിച്ചിലിന് അത് വരച്ച് അതിൻ്റെ ആ ഭംഗിയാക്കും. പക്ഷെ നഖം കൊണ്ട് അത് അങ്ങനെ ആക്കി നഖത്തിന് കട്ടി കുറഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മളിപ്പം ആന മരം ഊന്നി പിടിക്കുന്ന ഒരു ആനയാണ് കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ നടക്കുകയാണെങ്കിലും ഈ നഖത്തിന് കട്ടി കുറയുമ്പോഴത്തേന് അത് ബിണ്ടലുണ്ടാവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ദോഷം നമുക്ക്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, അതെന്ന് വെച്ചാൽ ആനയുടെ നഖത്തിലും ഊന്നിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളിലും ഈ മരം പിടിക്കാനുള്ളും ഊന്നിയാണ് പിടിക്കുന്നത്. ഈ നഖത്തെ കൊള്ളിച്ച് വേണം മരം നിലത്ത് ഊന്നിയാണ് പിടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൊട്ടൽ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതങ്ങനെ ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വെളുപ്പിച്ച് ഉള്ള രീതിയിൽ വെളുപ്പിക്കാൻ പോയാൽ അത് നഖത്തിന് കുറഞ്ഞു കട്ടി കുറയും. നഖത്തിൻ്റെ കട്ടി കുറയുമ്പോഴത്തേന് അത് പൊട്ടൽ വരും. മിക്കവാറും ആനകളൊക്കെ നഖത്തിൽ പൊട്ടലുണ്ട്. ഇങ്ങനെ ഉരച്ച് കട്ടി കുറയ്ക്കുമ്പോഴത്തേന് അതിന് കനം കുറയും. കനം കുറയുമ്പോഴത്തേന് ഒന്നാമത് ആനയ്ക്കെന്ന് പറഞ്ഞാൽ വെയിറ്റുള്ള സാധനമല്ലേ, അത് നഖത്തല്ലല്ലേ നടക്കുന്നത്. നഖത്തലാണല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നത്. നഖം ഊന്നിയാവണം അങ്ങോട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ഇതൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സീനിയർ ആനക്കാരിൽ നിന്ന് മാത്രം അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇവരോട് സംസാരിച്ചാൽ മാത്രം. നിങ്ങളുടെ ആശാന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആശാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എല്ലാവരും ഒന്നുമില്ല, എല്ലാവരും ഒക്കെ പോയി. ചേട്ടന് ഇപ്പോൾ ആനകൾ കയറിയ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ പിടിയാനയുടെ കാര്യം പറഞ്ഞു, കൊമ്പനാനയുടെ കാര്യം പറഞ്ഞു. മോഴയാനകളിൽ കയറിയിട്ടുണ്ട്? മോഴയാന കയറിയിട്ടുണ്ട്. മോഴയാന നമ്മുടെ ഈ തോട്ടക്കാട്ട പൊടിസാറിൻ്റെ ഒരു മോഴയാനയുണ്ട്, ഹനുമാൻകുട്ടി എന്ന് പറഞ്ഞാൽ. ഒരു 9:45 10 അടി അടുത്ത് വരുന്നൊരു കൊമ്പനാണ്. അത് മോഴയാനയാണ്. ആ മോഴയാനയ്ക്ക് നല്ല വഴക്കൊന്നും ഇല്ലാത്തൊരാന, നല്ല ആനയാണ്. അതിന്
നമ്മൾ കൂട്ടി കൊണ്ടുപോവുക, ആനയെ കഴുകുമ്പോൾ പണി കഴിഞ്ഞൊക്കെ ഞങ്ങൾ കൊണ്ട് കഴുകും. അതിന് നാഗവും അമ്പലം എല്ലാം തൂത്ത് പറക്കി നാഗത്തിനൊന്നും ഒരു കേടുപാടില്ലാതെ തേച്ച് കഴിയാൻ ഈർപ്പെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുക്കും. ഈ മോഴയാനകൾ ചതിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചില സാഹചര്യത്തിൽ ചില സമയത്ത് പറയും അതൊരു തെറ്റ് കാണിച്ചാൽ പിന്നെ പറയും അല്ല മോഴയാനെല്ലാം അത് തെറ്റാ, ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരും പഴിക്കും. അപ്പം എല്ലാ ആനകളും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇല്ല ഇല്ല. ദേഷ്യം കൂടുതലോ അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടോ? ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇല്ല. സാധാരണ ഇപ്പം നമ്മൾ ഓരോ ആനകൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പം കൊമ്പനാനയ്ക്കാളും ചില ആനകൾക്ക് ദേഷ്യമുള്ള അരിശമുള്ളവരുണ്ട്. അത് മനുഷ്യനായാലും അങ്ങനെ ഉണ്ട്. ആനകളും മനുഷ്യനായിട്ട് വലിയ വ്യത്യാസം സ്വഭാവത്തിൽ വലിയ പറയാനൊന്നുമില്ല. മനുഷ്യനേക്കാൾ സ്വഭാവത്തിൽ വ്യത്യാസം കാണിക്കുന്ന ആനകളുണ്ട്. പോകുന്ന വഴിക്ക് അങ്ങോട്ട് ചെല്ലുന്ന വഴിക്കും ആന അങ്ങോട്ട് പെട്ടെന്ന് നിന്നിട്ട് തിരിഞ്ഞ് ഓടിക്കുന്നവരുണ്ട്. ആനയെ ഓടിക്കും, ചില ആനകളെ ഓടിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളിപ്പം വാക്കുകാർക്ക് ഉണ്ടായാലും നമ്മളെ അങ്ങോട്ട് മഴ കുടിക്കില്ലേ എന്ന് പറഞ്ഞ പോലൊക്കെ ഉള്ളൂ ആ കാര്യം. അല്ലാതെ മോഴയാനകൾക്ക് പ്രശ്നം അല്ല മോഴയാനയ്ക്കൊന്നും പ്രശ്നമില്ല. ഇല്ല. പിന്നെ ഒരാന കാണിച്ചാൽ മതിയില്ല, പിന്നെ എല്ലാ ആനകൾക്കും പറയുമല്ലോ. പറയും അത് മോഴയാനല്ല, ഇത് ഈ രീതിക്കാരത്തിയാണ്, അല്ല ഈ രീതിക്കാരനാണ്. അങ്ങനെ ഒരു ചീത്തപ്പേര് മോഴയാനയ്ക്ക് വന്നിട്ടുണ്ടല്ലേ? അല്ലാതെ പിന്നെ ആനക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാടുകളൊക്കെ വരും. അപ്പം എല്ലാവർക്കും ബേബി ചേട്ടൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.